പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനമേകുന്ന ദൈവം, പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനമേകുന്ന ദൈവം, ആകുലമാനസനായിടും നേരത്തൻ അരികിലായെത്തുന്നു ദൈവം, ആകുലമാനസനായിടും നേരത്തൻ അരികിലായെത്തുന്നു ദൈവം, അരികിലായെത്തുന്നു ദൈവം, പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനമേകുന്ന ദൈവം. യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിന്റെ സ്നേഹവന്ദനം ഞാൻ വീണ്ടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഈ പ്രഭാത ധ്യാനത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മ പ്രാർത്ഥന നമുക്ക് ദൈവത്തിൽ ചിന്തിക്കാം. നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത ധ്യാനത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇതാണ്: അഭിപ്രായത്തെക്കാൾ കൂടുതൽ. നമുക്കറിയാം, ലോകവ്യാപകമായിട്ട് അഭിപ്രായങ്ങൾ തേടുകയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്, ഇപ്പം നേതാക്കന്മാരേ ഉള്ളൂ, അണികൾ കുറവാണ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് അഭിപ്രായത്തിൻ്റെ ഒരു പെരുമഴയായി ലോകം മാറി. അതുകൊണ്ട് യഥാർത്ഥ സത്യം എന്തെന്ന് വായിച്ച് അറിയുവാനോ ചിന്തിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. ഇന്ന് നമ്മുടെ വേദപുസ്തക ചിന്താവിഷയം ഇതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യത്തില്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. സുപരിതമായ ഒരു വേദഭാഗമാണ്. പ്രിയ ദൈവജനമേ, അടുത്തിടെ നടന്ന ഒരു വോട്ടെടുപ്പ് കാണിക്കുന്നത് 49% അമേരിക്കക്കാരും അമേരിക്കയുടെ ധാർമ്മിക മൂല്യങ്ങൾ മോശമായ അവസ്ഥയിലാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ ശതമാനം ഭൂരിപക്ഷമല്ലെങ്കിലും 2002 ശേഷമുള്ള രാജ്യത്തിൻ്റെ ധാർമ്മിക അവസ്ഥകളെക്കുറിച്ച് ഏറ്റവും നിഷേധാത്മകമായ വീക്ഷണങ്ങളെ ഇത് അടയാളപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ 49% അമേരിക്കക്കാരും അമേരിക്കയുടെ ധാർമ്മിക മൂല്യങ്ങൾ മോശമായ അവസ്ഥയിലാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ 2002 ശേഷം ആ രാജ്യത്തിൻ്റെ ധാർമ്മിക അവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും നിഷേധാത്മകമായ വീക്ഷണത്തെ ഇത് അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് ചിന്തയാണ്. അതുപോലെയാണ് നമ്മുടെ 10 കൽപ്പനകളെ സംബന്ധിച്ച് ഒരു ധാർമ്മിക മാനദണ്ഡമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. 10 കൽപ്പന നമ്മുടെ ധാർമ്മികമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ധാർമ്മിക മാനദണ്ഡമാണ്. കാരണം ഒരു കൂട്ടം ധാർമ്മിക മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് 10 കൽപ്പന. 10 കൽപ്പന വാസ്തവത്തിൽ നമുക്കില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്തായി തീരും, മനുഷ്യൻ്റെ അവസ്ഥ എന്തായി തീരും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ പരിവർത്തന ശക്തിയില്ലാത്ത ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, മാറ്റിയെടുക്കത്തക്ക കഴിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ഉൾപ്രേരണയാൽ മാത്രമേ 10 കൽപ്പനയുടെ ധാർമ്മിക മൂല്യങ്ങളെ മനസ്സിലാക്കുന്നതോണം ലോക മനുഷ്യന് കഴിയുള്ളൂ. പക്ഷേ ഈ പരിശുദ്ധാത്മ എങ്ങനെ പ്രാപിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേദപുസ്തകത്തിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ ആർക്കാണ് ലഭിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് പറയും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ആർക്കാണ് പരിശുദ്ധാത്മ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ 10 കൽപ്പന കാത്തുകൊള്ളുന്നവനും അനുസരിക്കുന്നവനാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ്. അതൊരു ധാർമ്മിക മൂല്യമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ പ്രവർത്തനമില്ല എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ കഴിയത്തില്ല. അപ്പൊ പരിശുദ്ധാത്മ ഉൾപ്പെടെ ഇല്ല എങ്കിൽ ലോക മനുഷ്യന്റെ അഭിപ്രായത്തിലൂടെ എന്ത് ചെയ്യും? ലോക മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും,
പാപത്തിലേക്ക് നീണ്ടുകൊണ്ടിരിക്കും, വീണുകൊണ്ടിരിക്കും. മാത്രമല്ല, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് തുടർന്നും വീണ്ടും വീണ്ടും അധർമ്മത്തിലേക്ക്, അല്ലെങ്കിൽ അധർമ്മമാകുന്ന പടുങ്കുഴിലേക്ക് മനുഷ്യൻ വീണുകൊണ്ടിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കേട്ടതായ പിതാവിന്റെ, അല്ലെങ്കിൽ എന്നോട് കേട്ടതായ വാക്തത്തിന്, പരിശുദ്ധാത്മാവെന്ന വാക്തത്തിന് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകേണ്ടത്. അപ്പൊ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു. സുവിശേഷം രാജ്യവ്യാപകമായി ഘോഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. അവിടെ അവർ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനകളെക്കുറിച്ചും സ്വർഗരാജ്യത്തിനെ കുറിച്ചും ശക്തമായി അവർ ഉപരി യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു പരിവർത്തനമാണ്. ഈ പരിവർത്തനം ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. കൂടാതെ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ അഭാവം ഒരു വ്യക്തി ദൈവത്തോടും അവൻ്റെ നിയമത്തോടുമുള്ള വിശ്വാസത്തിൽ നിന്ന് നിലനിൽക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളില്ല എങ്കിൽ ആത്മാവിൻ്റെ ഫലവും നമ്മളിൽ ഉണ്ടാകുന്നില്ല. കാരണം അധർമ്മത്തിലേക്ക് വഴുതി വീണുപോയി, അധർമ്മം പെരുകുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉളവായിത്തീരും. ആത്മാവിൻ്റെ ഫലങ്ങളിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇങ്ങനെയുള്ള ഫലങ്ങൾ നമ്മൾ ഉടലെടുക്കുകയും യേശു ക്രിസ്തുവിൻ്റെ 10 കൽപ്പന, ആ മാനദണ്ഡം നമ്മൾ അനുസരിച്ച് ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി അന്ത്യം വരെയും ജീവിക്കുന്ന ഗുണം കഴിയും. അതിനായിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വിശ്വാസം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ന്യായപ്രമാണത്തിൽ വേരൂന്നി വിശ്വസിക്കുക. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. അതായിരിക്കണം അഭിപ്രായത്തെക്കാൾ കൂടുതൽ ദൈവജനമായി ചിന്തിക്കേണ്ടത്. നമ്മുടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ലഭിച്ച ദൈവജനത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ശക്തി ഞങ്ങളുടെ മേൽ, പ്രേക്ഷകരായ മക്കളുടെ മേൽ പകരുമാറാകണം. ദൈവകൽപ്പന പ്രമാണിക്കണമെങ്കിൽ ആഴമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ആവശ്യമാണ്. അതിന് ശക്തമായ പ്രാർത്ഥന, ദൈവികമായ ഒരു അഭേദ്യബന്ധം നമ്മളിൽ ഉണ്ടാകുവാൻ ഇന്നത്തെ വചന മുഖാന്തരം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.